നിരന്തരം കാട്ടാനകളുടെ വാർത്തകളും ആക്രമണ വാർത്തകളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്ന സ്ഥലമാണ് വയനാട് വാഗേരി. നാടും കാടും വേർതിരിക്കുന്ന റെയിൽ ഫെൻസിംഗ് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കാട്ടുകൊമ്പന്റെ ദൃശ്യമാണ് പുതുതായി വന്നിരിക്കുന്നത്. നേരത്തെ ഈ വേലി ചാടിക്കടക്കുന്ന കാട്ടുകൊമ്പന്റെ ദൃശ്യങ്ങളും വൈറലായിരുന്നു. മനുഷ്യരും വന്യജീവികളും നിരന്തരം സംഘർഷമുണ്ടാകുന്ന പ്രദേശമാണ് വയനാട് വാഗേരി. കാട്ടാനയും കടുവയുമൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങാറുണ്ട്. കാട്ടാനയെ തടയാൻ കന്മതിലും റെയിൽ ഫെൻസിംഗുമൊക്കെ പല ഭാഗത്തുമുണ്ട്. എന്നാൽ ഇതൊക്കെ മറികടക്കാനാണ് ആനകളുടെ ശ്രമം. ഈ മേഖലയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു കാട്ടുകൊമ്പൻ റെയിൽ ഫെൻസിംഗ് ചാടിക്കടന്നത്. വയനാടിന്റെ പല ഭാഗത്തും പുതിയ റെയിൽ ഫെൻസിംഗും ബ്രോപ്പ് ഫെൻസിംഗും ഒക്കെ പണിത് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. ഇതൊക്കെ മറികടക്കാനുള്ള ശ്രമം എന്തായാലും ആനകളും തുടങ്ങിക്കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലുണ്ട് നമുക്കൊപ്പം. കമലായിട്ട്, ഈ ആന ഇങ്ങനെ ചാടിക്കടക്കുന്നത് കാണുമ്പോഴൊക്കെ ഇതും ഞാൻ ചാടിക്കടക്കുമെന്ന് പറയുന്ന തരത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. കാണുമ്പോൾ രസമൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് വലിയ പ്രശ്നമാണ്. ഇതെപ്പോഴാണ് ഇങ്ങനെ ഈ കാട്ടുകൊമ്പൻ ഇങ്ങനെ ചാടിക്കടക്കാൻ ശ്രമിച്ചത്? ഒരു കൊമ്പൻ മാത്രമാണോ നിരന്തരം ഇങ്ങനെ ഫെൻസിങ് തകർക്കുന്ന സംഭവമൊക്കെ ഉണ്ടാകുന്നുണ്ടോ? അക്ഷയ, ഈ ആന വേലി തകർക്കാൻ ശ്രമിക്കുന്ന ദൃശ്യം 2 ദിവസം മുമ്പുള്ളതാണ്. അതിനു മുൻപാണ് ഈ റെയിൽ ഫെൻസിങ് മറികടന്ന് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ആ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ പല മാർഗങ്ങളും വയനാട്ടിൽ ഇതിനുവേണ്ടി എടുക്കുന്നുണ്ട്. അതായത് ഈ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ആദ്യമൊക്കെ കിടങ്ങുകളായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് മറ്റ് സംവിധാനങ്ങൾ വന്നത്. ഇപ്പോൾ പലയിടത്തും ജനങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ പഴയ റെയിൽ പാളങ്ങൾ ഉപയോഗിച്ചുള്ള ഫെൻസിംഗ് ആണ് ഒരുക്കുന്നത്. പക്ഷേ അത്തരം ഫെൻസിംഗ് ആണ് ആന ഈ മറികടക്കുന്ന ദൃശ്യം, അതുപോലെ അത് തകർക്കാൻ ശ്രമിക്കുന്ന ദൃശ്യം. എന്തൊക്കെ പ്രതിരോധമുണ്ടായാലും അതിനപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് ആനകൾ നടത്തുന്നത്. എന്തായാലും ഈ വാഗേരി എന്ന് പറയുന്ന സ്ഥലം നിരന്തരമായി കാട്ടാനകൾ ഇറങ്ങുന്ന മേഖലയാണ്. വാഗേരി, അതിനടുത്തുള്ള വട്ടത്താനി, മൂടക്കൊല്ലി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ, പാപ്പളശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ, ഇവിടെയൊക്കെ വനംവകുപ്പ് പല സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് കന്മതിലുണ്ട്. ആ കന്മതിലിന് മുകളിലൂടെ ആനയ്ക്ക് ചക്ക കൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. എന്തായാലും ഈ ജൂൺ ജൂലൈ, പ്രത്യേകിച്ച് ഈ മഴക്കാലം തുടങ്ങുമ്പോൾ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് ചക്കയൊക്കെ തേടി, ചക്കയും മാങ്ങയും ഒക്കെ തേടി തോട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നത് പതിവാണ്. അത്തരത്തിൽ ഉള്ള ശ്രമമാണ് ആ കൊമ്പനാനയും നടത്തുന്നത്. എന്തായാലും പ്രതിരോധ മാർഗങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് വനംവകുപ്പും സർക്കാരും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ആനകൾ നാട്ടിലിറങ്ങുന്നത് തുടരുകയാണ്. എത്രത്തോളം ഇതൊക്കെ ഫലപ്രദമാകും എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും റെയിൽ ഫെൻസിങ്ങും ഈ റോപ്പ് ഫെൻസിങ്ങും ഒക്കെ പുതുതായും പല സ്ഥലത്തും പണിയുന്നുണ്ട്. പക്ഷേ ഈ റെയിൽ ഫെൻസിങ് പലയിടത്തും ഈ ചതുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അത് ഉറച്ചു നിൽക്കാത്ത ഒരവസ്ഥയുണ്ട്. അത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ ആനകൾ മറികടക്കുന്നത്. അക്ഷയ, ശരി.